എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പാൽപ്പായസം ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് തികച്ച് പച്ചരി എടുത്തിട്ടില്ല, ഒരു 3/4 ഗ്ലാസ് പച്ചരി എടുക്കുക. സാദാ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. 3 കഷ്ണം ഏലക്ക എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്യൂനട്ട്, മുന്തിരിപ്പഴം, കുറച്ച് നെയ്യ്, ഒരു ബൗൾ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിന് 2 കവർ പാലാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിൽ 5 ഗ്ലാസ് പാൽ കൊള്ളും. ഈ അരി എടുത്ത ഗ്ലാസ്സിന് 5 ഗ്ലാസ് പാലാണ് ഈ കപ്പിൽ കണക്ക്. ഇനി ആ കവറിൽ ഒരു 1/2 ഗ്ലാസ് പാലും കൂടി ഉണ്ടാവും. അപ്പോൾ ശരിക്കും ഒരു 6 ഗ്ലാസ് പാലുണ്ടെങ്കിൽ ഇത് നല്ല പോലെ പായസം ആയി കിട്ടും. ഇനി അരി ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കുക. 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കുക. ഈ സാദാ പച്ചരി ആകുമ്പോൾ പച്ചരിയുടേതായ ഒരു സ്മെല്ലുണ്ടാകും. അപ്പോൾ നല്ലപോലെ കഴുകി അരിപ്പയിലെടുത്തിട്ടുണ്ട്. ഇനി കുക്കറിലേക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കാഷ്യൂനട്ടും മുന്തിരിപ്പഴവും ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. കാഷ്യൂനട്ടും മുന്തിരിപ്പഴവും മൂത്ത് വരുന്ന സമയത്ത് അരി അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകും. ഒന്ന് ഇളക്കി നോക്കാം മൂത്തിട്ടുണ്ടോയെന്ന്. ഇനി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാവുന്നതാണ്. അരി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കുക. നെയ്യും അരിയും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ആവണത് വരെ ഒന്ന് ഇളക്കുക. നല്ലപോലെ അങ്ങ് വറുത്തെടുക്കണമെന്നില്ല, ഇതെല്ലാം ഒന്ന് മിക്സ് ആയാൽ മതിയാകും. അങ്ങനെ ചെയ്യുമ്പോൾ ആ പച്ചരിയുടെ പച്ച ചുവയൊന്ന് മാറിക്കിട്ടും. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ആ കവറിലുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൽ തീരെയും വെള്ളം ചേർക്കില്ല. വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഈ കവറിൽ ഒഴിച്ച് കവറൊന്ന് കഴുകി ഒഴിക്കാവുന്നതാണ്. ഞാൻ തീരെയും വെള്ളം ചേർത്തിട്ടില്ല, പാൽ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പാൽപ്പായസമാണിത്. ഇനി എടുത്തു വെച്ച ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒരുമിച്ച് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ ഒരു നുള്ള് ഉപ്പും കൂടി ചേർക്കുമ്പോൾ നല്ലതായിരിക്കും. ഉപ്പും ചേർത്ത് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി കുക്കർ അടച്ച് വെച്ച് വിസിൽ ഇട്ട് വയ്ക്കുക. പിന്നെ അതിന് ശേഷം സ്റ്റൗ ഒരു മീഡിയം ഫ്ലെയിമിലേ വയ്ക്കാവൂ. മീഡിയം ഫ്ലെയിമിലിരുന്ന് ഇത് വെന്ത് കിട്ടണം. ഒരു വിസിൽ കേട്ടാൽ മതിയാകും. പായസം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാൻ എടുക്കാം, ഇല്ലെങ്കിൽ ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ കുറേ കൂടെ ടേസ്റ്റ് ഉണ്ടാവും, ഒന്നും കൂടെ കുറുകി വരും. ഞാൻ ഒന്നും കൂടി തിളപ്പിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം തന്നെ എല്ലാം അതിൽ മിക്സായി, എല്ലാം നല്ല മണവും എല്ലാം ആയി കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി തിളയ്ക്കാൻ എടുക്കാം. ഇതിപ്പം തിളച്ച് വന്നിട്ടുണ്ട്.
ഒരു ഭാഗത്തിന് സ്റ്റവ് ഓഫാക്കാം. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ അതേ ടേസ്റ്റാണ് ഇങ്ങനെ പായസം ഉണ്ടാക്കുമ്പോഴും കിട്ടുന്നത്. ഇനി ഇതൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാൻ എടുക്കാം. നല്ല കുറുകിയ പാൽപ്പായസം തന്നെയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.